കോഴിക്കോട് കോയ റോഡ് തെരുവത്ത് ബസാറിൽ കുട്ടികൾക്കുമേൽ മതിലിടിഞ്ഞ് വീണു. 5 കുട്ടികൾക്ക് പരിക്കേറ്റു. കുട്ടികളെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറിയുടെ വശം തട്ടിയാണ് മതിലിടിഞ്ഞത്. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേർന്നു. ബെൻസൺ, ഈ കുട്ടികളുടെ പരിക്ക് അത് ഗുരുതരമാണോ? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ രാവിലെ 8:30 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. കോഴിക്കോട് തെരുവത്ത് ബസാറിൽ കോയ റോഡിൽ സ്കൂളിലേക്ക് പോകാനായി വാഹനം കാത്തു നിൽക്കുകയായിരുന്നു കുട്ടികൾ. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ ആളുകൾ നിൽക്കുന്ന ഈ പ്രദേശത്തെ ഒരു 5 കുട്ടികൾ വാഹനം കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ റോഡിലൂടെ വന്ന ലോറി, കോഴി കയറ്റി വന്ന ഒരു ലോറിയുടെ വശം ഈ സമീപത്തെ മതിലിടിക്കുകയും അത് ഇടിഞ്ഞ് ഈ കുട്ടികളുടെ ദേഹത്തേക്ക് വീഴുകയുമായിരുന്നു. 5 കുട്ടികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവർ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി, അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രി എന്നിവിടങ്ങളിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് കാര്യമായ പരിക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലിനും കൈക്കുമൊക്കെ ഒടിവ്, ചതവൊക്കെ പറ്റിയിട്ടുണ്ട് കുട്ടികൾക്ക്. നിലവിലിപ്പോൾ നമ്മുടെ കൂടെ ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചത്. ചേട്ടാ, രാവിലെ എന്തായിരുന്നു കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? സാധാരണ കുട്ടികൾ ഇവിടെ ഓട്ടോ കാത്തിക്കല്ല സ്കൂളിലേക്ക് പോകാൻ. ഈ കുട്ടികൾ വരുമ്പോഴാണ് വലിയൊരു ലോറി സൈഡിൽ കൂടെ വരുന്നത്. ലോറി കണ്ടപ്പോൾ കുട്ടികൾ അങ്ങോട്ട് കയറി നിന്ന്, ഈ മക്കളെല്ലാം അങ്ങോട്ട് കയറി നിന്നപ്പം ലോറിൻ്റെ ചാനലിനനുസരിച്ച് ഒരു ഇതുണ്ടായിരുന്നു, കൗക്കോല്. ആ കൗക്കോലിന് തട്ടിയതിന് ശേഷം കൗക്കോലും ഈ മതിൽ ചുമരും മൊത്തം കുട്ടികളെ ദേഹത്തൊക്കെ പറഞ്ഞു വീണത്. കുട്ടികൾക്ക് കാര്യമായിട്ടുള്ള പരിക്കുണ്ടോ? 2 കുട്ടികൾക്ക് കാര്യമായ പരിക്കാണ്. ഒരു കുട്ടീനിപ്പം ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കലിലേക്ക് മാറ്റിയിട്ടുണ്ട്, റെഫർ ചെയ്തിട്ട്. ഈ വഴി വളരെ ഇടുങ്ങിയ ചെറിയ വഴിയാണ്. അപ്പോൾ ഇത്രയും വലിയ വാഹനങ്ങൾ ഇതിലെ വരാനുള്ള അങ്ങനെ അനുമതിയൊക്കെ ഉള്ളതാണോ? അങ്ങനെ വലിയ വാഹനം വലിയ വണ്ടിക്കുള്ള അനുമതികളൊന്നും ഇല്ല. വലിയ വണ്ടി നമ്മൾ അനുവദിക്കലില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ് വരാൻ, ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ വണ്ടിക്ക് ഇതുവരെ അങ്ങനെ ഇതാക്കലില്ല. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു ചെയ്തിട്ടുണ്ട് വലിയ വണ്ടി ഇതിലെ പാസ് ചെയ്യരുത്. എന്നിട്ട് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണുന്നത് ഈ വാഹനം വളരെ ഇങ്ങോട്ട് അടുപ്പിച്ച് കയറ്റിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായിരിക്കും, ഡ്രൈവറുടെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥയായിരിക്കുമോ? ഈ കൗക്കോൽ ചാടി എന്നതാണ് പ്രശ്നം. ഈ കാടിൻ്റെ മറവ് കൊണ്ട് ഈ കൗക്കോൽ ചാടുന്നത് ലോറി ഡ്രൈവറെ കണ്ടിട്ടില്ല. അങ്ങനെയാണിത് സംഭവിച്ചത്. മാത്രമല്ല ഈ ബിൽഡിങ്ങിന് 10-60 വർഷത്തെ പഴക്കമുണ്ട്. കൂടുതലൊന്നുകൂടി പറയട്ടെ, ഈ ഇതിൻ്റെ തൊട്ട് മുൻവശമായിട്ട് തന്നെ ഒരു വലിയ വൻ മരം ആൽമരം കിടക്കുന്നുണ്ട്. അതും ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് പൊട്ടി വീഴുന്നുണ്ട്. അവിടെയും സ്കൂൾ കുട്ടികൾ ബസ്സിന് വാഹനത്തിന് കാത്ത് നിൽക്കാറുണ്ട്. അപ്പോൾ അതും ഈ കൂട്ടത്തിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഒരു ഉപകാരമാണ്. എനിക്ക് സംഭവിച്ചതിന് ശേഷം പിന്നെ അത് മുറിച്ച് മാറ്റിയിട്ട് ഒരു കാര്യമില്ല. അടിയന്തരമായിട്ട് ആ മരവും ഈ ബിൽഡിങ്ങും അടിയന്തരമായിട്ട് പൊളിച്ച് മാറ്റുന്നത് നന്നായിരിക്കും. സേതുലക്ഷ്മി, ഈ ആളുകൾ സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. റോഡിൽ നിന്ന് ചേട്ടാ ജസ്റ്റ് ഈ റോഡിൻ്റെ തൊട്ട് സമീപത്തോട് ചേർന്നിട്ടാണ് ഈ 10-60 വർഷം പഴക്കമുള്ള ഈ കെട്ടിടമുള്ളത്. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഈ വശത്തായിട്ടായിരുന്നു ഒരു കഴുക്കോലുണ്ടായിരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ കമ്പ് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഈ കമ്പ് ഇത് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നു. അത് റോഡിലൂടെ പോയ ലോറിയിൽ തട്ടുകയും ഈ സൈഡിൽ നിന്നും മതില്, അതുപോലെ തന്നെ കട്ടകളെല്ലാം ഇടിഞ്ഞ് കുട്ടികളുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഈ നാട്ടുകാർ ഇതിന് മുൻപ് പലതവണ ഇത്തരത്തിൽ ഈ സ്ഥലത്തെ പറ്റി അല്ലെങ്കിൽ ഇവിടെ അപകട സാധ്യത ഉണ്ട് എന്നതിനെപ്പറ്റി പരാതി നൽകിയിട്ടും കാര്യമായിട്ടുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. നിലവിലിപ്പോൾ സൂചിപ്പിച്ചതുപോലെ 5 കുട്ടികൾക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. അതിൽ 2 പേർക്ക് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു കുട്ടിയുടെ കാലിൽ കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ കൈക്കും കാര്യമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. നിലവിലിപ്പോൾ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതുപോലെ തന്നെ ബീച്ച് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ശരി ബെൻസൺ, അതിൽ ഒരു കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ഒരു ആശങ്ക നിലനിൽക്കുന്ന വാർത്ത തന്നെയാണ്. ഒപ്പം തന്നെ ഈ സ്കൂൾ ടൈമിൽ ഇത്തരത്തിലുള്ള ഹെവി വാഹനങ്ങൾക്ക് പോകാൻ നിലവിൽ അനുമതിയൊന്നുമില്ല. എങ്കിൽ കൂടി ഈ പ്രദേശത്ത് കൂടി ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ പോകുന്നു എന്നുള്ളത് അധികൃതരുടെ ശ്രദ്ധയിൽ കൂടി പെടുത്തുകയാണ് ഈ വാർത്തയൊക്കെ. കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഈ ഇടുങ്ങിയ റോഡ് വഴി വലിയ വാഹനങ്ങളൊക്കെ വരുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന പണി കൂടിയാണ്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി കാണാം. ആ വാഹനത്തിന് പോകാനുള്ളൊരു വഴി പോലും ഇല്ലാത്ത ഒരു കുഞ്ഞു വഴിയാണ് ആ വാഹനം വരുന്നത്. ശരി ബെൻസൺ.